നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം, എന്താ കളി. ഞാനിപ്പോൾ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 8-9 മാസം മുമ്പ്, അതായത് കഴിഞ്ഞ 2025 ജൂലൈയിലുള്ളൊരു സംഭവമാണ്. ജൂലൈ 25 26 എനിക്കറിയത്തില്ല, കൃത്യ ഡേറ്റ് ഓർക്കുന്നില്ല. ഒരു പിള്ളേരെന്ന് പറയാൻ കുറച്ചൊരു പ്രായമുള്ള വ്യക്തികളാണ്, ഒരു സ്ത്രീയും ഒരു പുരുഷനും കുറ്റിക്കാട്ടി കിടന്ന നല്ല കളിയാണ്. കളി എന്ന് പറഞ്ഞാൽ മറ്റേ കളിയാണ്. അപ്പോൾ അത് എത്ര ആൾ കണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇങ്ങനത്തെ അവിഹിതങ്ങളൊക്കെ വിഹിതമാണ് അവിഹിതമാണെന്നുള്ള അറിയത്തില്ല. എന്തായാലും ഭാര്യ ഭർത്താക്കന്മാരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം, കണ്ടിട്ട് ബാക്കി ഞാൻ സംസാരിക്കാം. ഇങ്ങോട്ട് വന്നേ പറയാ കണ്ടോ. ആഹാ, എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുവോ? അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഞാൻ നോക്കട്ടെ. പ്രേമം മൂത്തി യവൻ വല്ല മണ്ടത്തരം ഒപ്പിച്ചു വെച്ചാ. മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല. പേടിക്കേ വേണ്ട. ഞാൻ നോക്കാം. ഇതാ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ലേ? കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. ആണ്ടവാ, ആവശ്യത്തിൽ കൂടുതൽ ഹൈറ്റും വെയിറ്റും നീ എനിക്ക് തന്നു, എന്നിട്ട് ഇങ്ങനെ ഒരു യോഗം എനിക്ക് തന്നില്ലല്ലോ. ഓ ഭാഗ്യവാൻ. എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം. മിനിമം ഒരു 500 ഡൈവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. ഇപ്പോഴത്തെ പിള്ളേര് കൊള്ളാം. എന്താ കണ്ടല്ലോ, ഇതാണത്. ഇപ്പോൾ ഈ ഒരുപാട് ഇങ്ങനത്തെ ഈ വൃത്തികേടുകൾ പരിസരത്തായാലും കാട്ടിലായാലും തോട്ടിലായാലും റോഡിൻ്റെ പക്കത്തായാലും ഒരു നാണവും മാനവും ഇല്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ആരോ ഒളിവിൽ നിന്ന് ലൈവിൽ വീഡിയോ പിടിച്ചതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒപ്പം ട്രോള് കൂട്ടിയതാണ്. ഇത് ഏതൊരു ചാനലാണ്, അപ്പോൾ അതിൽ നിന്ന് ഞാൻ വെട്ടിയെടുത്തതാണ്. മനസ്സിലായില്ലേ? അപ്പം ഇത് ഇന്നും വരെയും തുടങ്ങുന്നതല്ലേ, ഇത് കാലാകാലങ്ങളായിട്ട് നടക്കുന്നതാണ്. കാരണം ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കൂടി വരിക. പക്ഷേ ഇത് ഇവിടെ നിർത്തലാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇനിയുള്ള വളർന്നു വരുന്ന തലമുറകൾ, അതായത് കുട്ടികളായാലും പ്രായമായാലും, കുട്ടികളാണല്ലോ വളർന്നു വരുന്ന തലമുറ, അവർക്കിത് അവരുടെ മനസ്സിലോട്ട് ഇതൊരു വിഷം കുത്തിവെക്കും. കാരണം അവർക്ക് ഇത് ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ് വരുന്നത്. ഇപ്പോൾ തന്നെ മൊബൈൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ മൊബൈൽ നല്ലതെന്ന് മോശമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല കാര്യങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ, ന്യൂസ് കേൾക്കാനും, അതുപോലെ എന്തെങ്കിലും വാട്സപ്പിൽ എന്തെങ്കിലും സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. കാരണം വെച്ചാൽ നമ്മുടെ കൊറോണ സമയത്തൊക്കെ മൊബൈൽ വാട്സപ്പിൽ കൂടി കാണല്ലോ, വാട്സപ്പിലൂടെ ഒക്കെ പഠിപ്പിക്കുകയാണല്ലോ ചെയ്തത്. അപ്പം ഇത് മൊബൈൽ എത്ര കണ്ട് യൂസ് ചെയ്യുന്ന വീടുകളിലൊക്കെ കുട്ടികളിൽ നിന്ന് മൊബൈൽ വാങ്ങുകയാണ് നല്ലത്, കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എന്നാലും ഇവർ അച്ഛൻ പുറത്ത് മൊബൈൽ വെച്ച് പോകുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് അതിൻ്റെ കീപാഡ് അറിയാമെങ്കിൽ അവരാ കീപാഡ് ഓപ്പൺ ആക്കിയിട്ട് അവരെ യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഫേസ്ബുക്കും വാട്സപ്പിൻ്റെ പ്രശ്നമില്ല, ഫേസ്ബുക്കിലാണല്ലോ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ ആണല്ലോ ഇത് ഇങ്ങനത്തെ ഇത് വരുന്നത്. ഇതെന്തായാലും ആരോ പിടിച്ചതാണ് സംഗതി. നല്ല രസമൊക്കെ ഉണ്ട് അല്ലേ. ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കടിഞ്ഞാണ് ഇടാൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലുള്ള ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇറങ്ങിയാൽ തന്നെ കാര്യം നടക്കുള്ളൂ. പഴയ കാലത്തൊക്കെ പോലീസ് റെയ്ഡ് ഉണ്ടായിരുന്നു പല ഹോട്ടലുകളിലും ബാറുകളിലും. ഇപ്പം അതൊന്നും ഇല്ല. കാരണം ഇപ്പം അങ്ങനത്തെ നിയമമൊന്നും ഇല്ല. ഇപ്പം നിയമം മാറ്റിയല്ലോ. ഇപ്പോൾ ആർക്കും എവിടെയും പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ലോഡ്ജ് എടുക്കുക, അവനവൻ്റെ കാര്യങ്ങൾ നടത്താം. അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതെന്തായാലും ഇത് ട്രോളിയോൻ ഒരു ട്രോളൻ തന്നെയാണ് കേട്ടോ. അത് വളരെ ഉഷാറായിട്ട് നന്നായിട്ടുണ്ട്. അപ്പം
ഈ കലാപരിപാടി നടത്തിയ ചേട്ടനും ചേച്ചി ഉണ്ടെങ്കിൽ പിള്ളേർ, അതായത് പിള്ളേരുടെ കളി എന്നാണല്ലോ പറയുന്നത്, അത്ര പിള്ളേരല്ല എന്നാലും ചേട്ടനും ചേച്ചി കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഭയങ്കര ഒരു എന്താ മുഖത്തൊരു അടി കിട്ടിയ നാണക്കേട് തന്നെയാണ്. നാണമുള്ളവനെ ഉള്ള നാണക്കേടുള്ളൂ, നാണം ഇല്ലാത്തവനെ അതുമില്ല. ഇങ്ങനെ നടക്കുന്നവരത് ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് അപ്പോൾ രാവിലെ എനിക്ക് തോന്നി, അപ്പോൾ എനിക്ക് ചെയ്യാമെന്ന് വെച്ചു. ഞാനിത് കുറച്ച് ദിവസമായി ഈ വീഡിയോ കാണുന്നത്, പക്ഷേ അത് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനത്തെ കലാപരിപാടികളുള്ള ആളുകൾ ഇത് കൂടി വരുമെന്നല്ലാതെ കുറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും കണ്ട് കുട്ടികൾ പഠിക്കരുത്. ഇപ്പം ഏതൊരു കുട്ടിയുടെ അടുത്ത് മൊബൈൽ ഇല്ലാത്ത കുട്ടികളില്ല, മനസ്സിലായോ? മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് അധ്യാപകർ പറയുന്നു, പക്ഷേ കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും പിള്ളേരുടെ കളി കൊള്ളാം കേട്ടോ, ഒന്നൊന്നര കളി തന്നെയാണ്. ഇതാരും കണ്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ കാണിച്ചത്. കാരണം കാട്ടിലാണല്ലോ, അപ്പോൾ ആര് ശ്രദ്ധിക്കാനാണ്. പക്ഷേ ഇതൊക്കെ ഞാൻ പറയില്ല, നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് കണ്ണുകളുണ്ട്. നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും കാണാൻ ആളുകളും വീഡിയോ ചെയ്യാൻ ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ ഇവരെ കാണത്തില്ല. പക്ഷെ നമ്മളെ അറിയാതെ തന്നെ നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ നടക്കുന്ന വഴിക്ക് എന്നെ ഫോളോ ചെയ്യാൻ ചിലപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ നോക്കാനായിട്ട് ഒരുപാട്, ഞാനെന്നല്ല ഏതൊരു വ്യക്തി നടന്നാലും അവരെ വാച്ച് ചെയ്യാനായിട്ട് വേറൊരു കണ്ണുണ്ടാവും, മനസ്സിലായല്ലോ? ഒന്ന് ക്യാമറ കണ്ണുകൾ തന്നെ ഉണ്ടാവും, വല്ല മീഡിയക്കാരോ അല്ല എന്നെപ്പോലുള്ള യൂട്യൂബർമാരോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കയ്യിലൊക്കെ ഇങ്ങനെയുള്ള വീഡിയോ വന്ന് പെട്ട് കഴിഞ്ഞാൽ ശരിക്കും ട്രോൾ തന്നെ ചെയ്യും, മനസ്സിലായോ? ഇതിപ്പോൾ അവർക്ക് ഇങ്ങനത്തെ കളി കളിച്ചവർക്ക് എന്തെങ്കിലും ഇതിൽ ന്യായീകരണമൊന്നുമില്ല. കാരണം ന്യായമായിട്ടുള്ള പരിപാടികളൊന്നും അവർ ചെയ്തിട്ടില്ല, പോകൃത്തിലെ വൃത്തിയോടാണ് ചെയ്യുന്നത്, മനസ്സിലായല്ലോ? ആ ജെൻസ് ചേട്ടൻ ഫാൻറ്റ് ഊരുന്നത് കണ്ടിട്ടില്ലേ? ഫാൻറ്റ് ഊരുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ? കാള വെക്കുമ്പം വാല് വെക്കുമ്പോൾ അറിയാതെ മൂത്രമൊഴിക്കാനാണെന്നല്ല അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അവർക്ക് ഇതിന് പ്രത്യേക അഭിപ്രായമൊന്നുമില്ല, അവർക്ക് ഒരു നാണക്കേട് തന്നെ ഉണ്ടാവും. നാണമുള്ള ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഞാൻ ആര് കണ്ടാലും കുഴപ്പമില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നുള്ള രീതിയിലാണെന്നെ ഒരു വിഷയമില്ല, മനസ്സിലായല്ലോ? എന്തായാലും കൊള്ളാം കളി, മനസ്സിലായില്ലേ? ശരിയെന്ന് നിർത്തുന്നു. ഓക്കെ, ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.